ബ്രേക്കിംഗ് വീണ്ടും നമ്മളുടെ ബ്രേക്കിംഗ് അലാറം ശബ്ദിച്ചു. നമുക്കൊപ്പം നിൽക്കുന്നത് ലേബിയാണ്. ലേബി സജീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. കോതമംഗലത്ത് എന്തെങ്കിലും സംഭവിച്ചോ ലേബി സജീന്ദ്രൻ? കോതമംഗലത്ത് സംഭവിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ അർജുൻ മട്ടന്നൂർ അവിടെയുണ്ട്. ഞാനിപ്പോൾ തലസ്ഥാന നഗരിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം പറയാനാണ് ഡോക്ടർ രമണ എത്തിയിരിക്കുന്നത്. NCPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണിന്ന്. NCPയിൽ മന്ത്രിമാറ്റം സംബന്ധിച്ചുള്ള തർക്കം കഴിഞ്ഞ 3 മാസമായി കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തർക്കങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. ഇന്നലെ ഈ തർക്കത്തിനിടെയാണ് NCPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേർന്നത്. ആ യോഗത്തിൽ മന്ത്രിസ്ഥാനം AK ശശീന്ദ്രൻ ഉപേക്ഷിച്ചേ മതിയാകൂ, മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്നുള്ള കർശന നിർദ്ദേശമാണ് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ മുന്നോട്ട് വെച്ചത്. AK ശശീന്ദ്രൻ രാജിവെച്ചില്ലെങ്കിൽ താൻ അധ്യക്ഷ സ്ഥാനം ഒഴിയും എന്നുള്ള ഭീഷണി PC ചാക്കോ മുഴക്കി എന്നാണ് നമ്മൾക്ക് യോഗത്തിനകത്ത് നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അറിയുന്ന കാര്യവും ഇതാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയുണ്ട്. അത് ശരത് പവാർ പ്രകാശ് കാരാട്ട് കൂടിക്കാഴ്ചയാണ്. ശരത് പവാർ AK ശശീന്ദ്രനോട് രാജിവെക്കാൻ നിർദ്ദേശിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഔദ്യോഗിക പക്ഷത്ത് നിന്ന് അറിയുന്നത് പോലെ ഏറ്റവും പെട്ടെന്ന് AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുകയാണോ അതോ ഇത് പിളർപ്പിലേക്ക് പോവുകയാണോ എന്നുള്ള കാര്യം തന്നെയാണ് അറിയേണ്ടത്. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞേക്കും എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി അറിയിക്കാൻ പറ്റുന്ന കാര്യം. AK ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ കാണും എന്നുള്ള സൂചന രാവിലെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കൂടിക്കാഴ്ച ഉണ്ടായേക്കില്ലെന്ന് അല്പം മുമ്പ് AK ശശീന്ദ്രൻ പക്ഷത്ത് നിന്നുള്ളവർ പറയുന്നുണ്ട്. എങ്കിലും ഇന്ന് മുംബൈയിൽ വെച്ച് ശരത് പവാറുമായി പ്രകാശ് കാരാട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രിമാറ്റം സംബന്ധിച്ചുള്ള പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ശരത് പവാർ ഇന്ന് പ്രകാശ് കാരാട്ടിനെ അറിയിക്കും. മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും തോമസ് മന്ത്രിയാവുന്ന ഒരു ഘട്ടം എത്തുകയും ചെയ്യുമ്പോഴെല്ലാം വളരെ വലിയ നീക്കങ്ങളിലൂടെ അത് തടഞ്ഞിട്ടുണ്ട്, പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് AK ശശീന്ദ്രന്. ഇത് അവസാനത്തെ യുദ്ധമാണ്. അപ്പോൾ ഇതിൽ എന്ത് വില കൊടുത്തും തന്റെ മന്ത്രിസ്ഥാനം നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതെല്ലാം പാളിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ശരത് പവാർ നിലപാട് കടുപ്പിച്ചു. അക്കാര്യത്തിൽ ഇനി ഒരു വീണ്ടും വിചാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ലേബി? ഡോക്ടറും ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിലപാട് വളരെ കടുപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. PC ചാക്കോയും തോമസും വളരെ ശക്തമായി തന്നെ ഇന്നലെ ആ നിലപാട് പ്രഖ്യാപിച്ചു. താൻ അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്ന രീതിയിൽ PC ചാക്കോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കടുത്ത നിലപാടാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന്. അപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഇത്രയും നാൾ ഈ തർക്കം വന്നപ്പോഴെല്ലാം AK ശശീന്ദ്രനെ പ്രൊട്ടക്ട് ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇപ്പോഴും നിർണായകമായി തന്നെ നിൽക്കുകയാണ്. ഇത് പാർട്ടി തീരുമാനമാണ്. പാർട്ടി ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മന്ത്രി എന്ന നിലയിൽ AK ശശീന്ദ്രനെ അനുസരിക്കേണ്ടതായി വരും. അപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാണ്, AK ശശീന്ദ്രൻ ഇത് അനുസരിക്കുകയാണോ, മന്ത്രിസ്ഥാനം രാജിവെച്ച് അനുസരിച്ച് ഇതിൽ നല്ല നടപ്പ് നടത്തി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അനുസരിച്ച് പാർട്ടിയിൽ തുടരുമോ അതോ പാർട്ടി പിളർപ്പിലേക്ക് പോകും എന്നുള്ള സൂചന ഇവിടെ ഉണ്ടാകും. ഇനിയുള്ള 2.5 വർഷക്കാലം അദ്ദേഹത്തിന് മന്ത്രിയായിട്ട് തുടരാൻ കഴിയില്ലെങ്കിൽ AK ശശീന്ദ്രൻ അറിയാം പാർട്ടിയിൽ പ്രത്യേകിച്ച് PC ചാക്കോ പക്ഷം ശക്തമായിട്ട് പിടിമുറുക്കിയിരിക്കുന്നു. മറുഭാഗത്ത് തോമസ് ഉണ്ട്. തോമസ് മന്ത്രിയായില്ലെങ്കിൽ NCPക്ക് ആകെയുള്ള ഒരു മന്ത്രിസ്ഥാനം നഷ്ടമാവില്ലേ ലേബി? അതുതന്നെയാണ് ഇതിൽ സാങ്കേതികമായി ഇതുവരെ AK ശശീന്ദ്രൻ ഉയർത്തി കാണിച്ചിരുന്ന കാര്യം. താൻ മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറാണ് എന്ന് കഴിഞ്ഞ 3 മാസമായി ആവർത്തിച്ച് ഈ തർക്കം വരുമ്പോഴെല്ലാം AK ശശീന്ദ്രൻ പറയുന്നുണ്ട്. AK ശശീന്ദ്രൻ അത് അത്ര ഉറപ്പിച്ചു പറയാൻ കാരണം മുഖ്യമന്ത്രി കൊടുക്കുന്നൊരു പിൻബലമാണ്. AK ശശീന്ദ്രൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, താൻ ഒഴിയാൻ തയ്യാറാണ്, പക്ഷേ ഇത്രയും ദീർഘകാലത്തിന് ശേഷം പാർട്ടിക്ക് കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ പാടില്ല. അതായത് താൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് ഒരു മന്ത്രി ഇല്ലാത്ത സാഹചര്യം വരരുത്. ഇതാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ പന്ത് മുഖ്യമന്ത്രിയുടെ കോർട്ടിൽ തന്നെയാണ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷനും പാർട്ടി ദേശീയ അധ്യക്ഷനും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ AK ശശീന്ദ്രൻ അനുസരിച്ചേ മതിയാവൂ പാർട്ടി സംഘടനാ തലത്തിൽ നോക്കുമ്പോൾ. എന്നാൽ AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ തോമസിനെ മന്ത്രിയാക്കാൻ സന്നദ്ധനാകുമോ മുഖ്യമന്ത്രി? ഇതാണ് ഡോക്ടർ ഇനി അറിയേണ്ട കാര്യം. ഇനി ഏതെങ്കിലും ഒരു നീക്കം, കാരണം അപ്രതീക്ഷിതമായിട്ട് തോമസിനെതിരെ കോഴയാരോപണമടക്കം വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 100 കോടി രൂപ കോഴ തുടങ്ങിയൊരു വിവാദമൊക്കെ ആ സമയത്ത് പൊട്ടിമുളച്ചിരുന്നു. അപ്പോൾ ഇനി എന്ത് വാർത്ത വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആവനാഴിയിലെ എല്ലാ അസ്ത്രവും യഥാർത്ഥത്തിൽ AK ശശീന്ദ്രൻ എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞു. ആകെയുള്ളത് അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞത്. ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കാം,
പക്ഷേ എൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് കൊണ്ട് പാർട്ടിക്കുള്ള മന്ത്രിസ്ഥാനം നഷ്ടപ്പെടരുത് എന്ന് വളരെ നിഷ്കളങ്കമായിട്ട് AK ശശീന്ദ്രൻ പറഞ്ഞത് നമ്മൾ കേട്ടു. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ പാർട്ടി പറയുന്നത് ആ മന്ത്രിസ്ഥാനം നഷ്ടമായാലും വേണ്ടില്ല, AK ശശീന്ദ്രൻ രാജിവെക്കണം എന്ന നിലപാടിൽ ഉറച്ചാണെങ്കിൽ മറ്റു വഴിയില്ലാതെ വരുമല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺ, അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഔദ്യോഗിക നേതൃത്വം ഒരു സംഘടനാ സംവിധാനത്തിൽ അത്തരമൊരു തീരുമാനമെടുത്താൽ ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ അതനുസരിച്ചേ മതിയാകും. അത് മന്ത്രിയായാലും മന്ത്രിസ്ഥാനം മാറ്റിവെക്കണം, രാജിവെക്കണം എന്ന് സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും ഒരേ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിക്കേണ്ട ഒരു ബാധ്യത വരും. അപ്പോൾ പിന്നീട് AK ശശീന്ദ്രൻ പക്ഷത്തിന് മുന്നിലുള്ള ഒരേ ഒരു മാർഗമാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചത്. ഇതിൽ കടുത്ത അതിർപ്പും വിയോജിപ്പും ഉണ്ടെങ്കിൽ അത് തമ്മിൽ പിരിയുക എന്നുള്ളൊരു സാധ്യതയാണ് ഇനി മുന്നിലുള്ളത്. അതുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എങ്കിലും 1-2 ദിവസത്തിനുള്ളിൽ വളരെ നിർണായകമായ നീക്കങ്ങൾ NCPക്കുള്ളിൽ നിന്ന് ഉണ്ടാകും. ഡോക്ടർ താങ്ക് യു. ലേബി സജിത്തിനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഓരോ ഘട്ടങ്ങളിലും ഇപ്പൊ പോകും എന്ന് പറഞ്ഞാണ് AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം നിൽക്കുന്നത്. പക്ഷേ അപ്പോഴെല്ലാം തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ AK ശശീന്ദ്രൻ അത് പ്രതിരോധിച്ചിട്ടുണ്ട്. വളരെ പരിണിതപ്രജ്ഞനായ ഒരു പൊളിറ്റിക്കൽ നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ് AK ശശീന്ദ്രൻ എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഇപ്പോഴും നമ്മുടെ NCPയിലൊക്കെ തുടരുന്നതിൽ സോഷ്യലിസ്റ്റ് ചേരിയോട് കൂറുള്ള ഒരു നേതാവാണ് നമ്മുടെ NCP നേതാവ് കൂടിയ AK ശശീന്ദ്രൻ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, AK ശശീന്ദ്രൻ തുടർന്നാലും ഇല്ലെങ്കിലും ആ കോതമംഗലത്ത് ഫെൻസിംഗ് ഒന്ന് വിടണം. വയനാട്ടിലും ഇടുക്കിയിലും വന്യജീവി ശല്യങ്ങളിൽ നിന്ന് കർഷകരെ ഒന്ന് രക്ഷിക്കണം. അത് AK ശശീന്ദ്രനാണെങ്കിലും അതല്ല ഇനി വരാൻ പോകുന്ന ഏത് മന്ത്രിയാണെങ്കിലും ശരി. മന്ത്രിമാർ വരും പോവും, പക്ഷേ സാധാരണക്കാരുടെ ജീവൻ പോകുന്നത് അത്ര ചെറിയ കാര്യമല്ല.